പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലം വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം വരുന്ന 10ാമത്തെ ഞായറാഴ്ച സുവിശേഷ വായനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് ശുദ്ധമുള്ള മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ നമ്മുടെ കർത്താവ് പങ്കുവയ്ക്കുന്ന 3 പ്രധാനപ്പെട്ട ചിന്തയാണ്. ഒന്നാമത്തെ ചിന്ത തങ്ങളുടെ ഇടയിൽ വലിയവനാരെന്നുള്ള തർക്കത്തിന് പരിഹാരമായിട്ട് ക്രിസ്തു വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. രണ്ടാമത്തെ ചിന്ത വിരുദ്ധതകൾ വരുന്നത് സംബന്ധിച്ചും അതിനെ അതിജീവിക്കേണ്ടത് സംബന്ധിച്ചുമാണ്. മൂന്നാമത്തെ ചിന്ത നഷ്ടപ്പെട്ട ആടിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഈ 3 ചിന്തകളും നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കുന്നതാണ്. ദൈവരാജ്യത്തിൽ വലിയവൻ ആരാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നവർ വിനയമുള്ളവരും താഴ്മയുള്ളവരും അതുപോലെ നിർമ്മലരുമായ ആളുകളാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ശിഷ്യന്മാരുടെ ഇടയിൽ വലിയവൻ ആരെന്നുള്ള തർക്കമുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തു ഒരു പൈതലിനെ അവരുടെ മധ്യത്തിൽ വിളിച്ചു നിർത്തിയ ശേഷം നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയില്ല എന്ന് വെളിപ്പെടുത്തുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ശിശുവിനെ കൈകളിൽ എടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശിശുക്കളുടെ പ്രത്യേകതയായിട്ട് അലക്സാണ്ട്രിയയിലെ കൂറിലോസ് രേഖപ്പെടുത്തുന്നത് നിർമ്മലതയും ലാളിത്യവുമാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മൈൻഡ് ഓഫ് ദ ചൈൽഡ് ഈസ് എംപ്റ്റി ഓഫ് ഫ്രോഡ് ആൻഡ് ഹിസ് ആർട്ട് ഈസ് സിൻസിയർ, ഹിസ് തോട്ട്സ് ആർ സിമ്പിൾ. ശിശുക്കളുടെ ഹൃദയം നേരുള്ളതും അവരുടെ ചിന്തകൾ ഋജുവും അവരുടെ ജീവിതം ലളിതവും വിശുദ്ധിയുള്ളതുമാണ്. ഓരോരുത്തരും ശിശുക്കളുടെ ഈ ഭാവം തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ, ഈ ഗുണവൈശിഷ്ട്യങ്ങൾ ഉൾക്കൊള്ളുന്നുവെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ഏറ്റവും വലിയ സാധ്യതകൾക്ക് ഉടമയായി തീരുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിർമ്മലത, വിശുദ്ധി, ലാളിത്യം, ഋജുവായി ചിന്തിക്കുക, ഫ്രോഡ് ഇല്ലാതിരിക്കുക തുടങ്ങിയ നല്ല ഗുണങ്ങൾ ഉൾക്കൊള്ളുവാൻ ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചെറിയവരിൽ ഒരുത്തന് വിരുദ്ധത ഉണ്ടാക്കാതിരിക്കുവാനായിട്ട് ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു. ലിറ്റിൽ വൺ, ചെറിയവൻ ഒരുവനെന്ന് സുവിശേഷത്തിൽ, പ്രത്യേകിച്ച് സമവീക്ഷണ സുവിശേഷത്തിൽ 6 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അക്കാലത്തെ യഹൂദ റബിമാരുടെ എഴുത്തുകളിൽ ചെറിയവരിൽ ഒരുത്തനെന്ന് പറയുന്ന ശിഷ്യന്മാരെക്കുറിച്ചാണ്. അതുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുത്തനെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുറേയും കൂടി വിശാലമായി ചിന്തിച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിരുദ്ധതകൾ വരുത്താതിരിക്കുക എന്നത് വളരെ ശ്രദ്ധേയമായ ഒരാഹ്വാനമാണ്. വിരുദ്ധതകളെക്കുറിച്ച് പ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും വിരുദ്ധതകളാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വിരുദ്ധത ഉണ്ടാക്കുന്ന രീതികളുണ്ടെങ്കിൽ അവയിൽ നിന്നും വിട്ടുപോരുവാനായിട്ട് ഈ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ജീവിത രീതിയായിരിക്കാം, നമ്മുടെ വാക്കുകളായിരിക്കാം, നമ്മുടെ പ്രവർത്തനങ്ങളായിരിക്കാം, നമ്മുടെ ചിന്താഗതികളായിരിക്കാം. ഇതെല്ലാം ഒരുപക്ഷെ മറ്റുള്ളവരുടെ ക്രൈസ്തവ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങൾക്ക് വിരുദ്ധത ഉണ്ടാക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം എത്രയോ ശ്രദ്ധയോടുകൂടെ നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. സഭാപിതാവായ ജെറോം വിരുദ്ധതയെ വ്യാഖ്യാനിക്കുന്നത് പ്രലോഭനങ്ങളെന്നാണ്. സത്യത്തിൽ മനുഷ്യജീവിതത്തിൽ വിരുദ്ധതകളെന്ന് പറയുന്ന പ്രലോഭനങ്ങളാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോവുകയും പ്രലോഭനങ്ങൾക്ക് പിന്നിലൂടെ പോവുകയും പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുകയും ചെയ്യുമ്പോൾ ദൈവതിരുസന്നിധിയിൽ നാം വിരുദ്ധരായിത്തീരുകയാണ്. ആധുനിക ലോകത്ത് മനുഷ്യനെ സ്വാധീനിക്കുന്ന അനേകം പ്രലോഭനങ്ങളുടെ മധ്യത്തിലാണ് നാം കടന്നു പോകുന്നത്. പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോടുമ്പോൾ ആത്മീയ ജീവിതത്തിൽ വിരുദ്ധത സംഭവിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്നതാണ് ക്രിസ്തീയ ദൗത്യമെന്ന് ആടുകളുടെ ഉപമയിലൂടെ ഈ ഭാഗത്ത് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. 99 ആടുകളെ വിട്ടിട്ട് ഒരാടിനെ തേടിപ്പോകുന്ന ക്രിസ്തു നമ്മുടെ ആത്മീയ ജീവിതത്തെ എത്രയോ സ്വാധീനിക്കേണ്ടതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നഷ്ടപ്പെട്ടു പോയ 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നഷ്ടപ്പെട്ട നാണയം;
2 നഷ്ടപ്പെട്ടു പോയ മുടിയനാംപുത്രൻ, 3 നഷ്ടപ്പെട്ടു പോയ ആട്. 3 സംഭവങ്ങൾ ക്രിസ്തു വിവരിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടതുപോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ക്രിസ്തു നമ്മുടെ ആത്മീയ ജീവിതത്തിനെ സ്വാധീനിക്കട്ടെ. ഇന്നത്തെ വേദഭാഗത്തു നിന്ന് ഹ്രസ്വമായ 2 ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ 2 ചിന്തകളും സഭാപിതാക്കന്മാരുടെ വ്യാഖ്യാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. സഭാപിതാവായ തെർത്തുല്യൻ ആടിനെ തേടിപ്പോയ നല്ല ഇടയൻ ക്രിസ്തുവിനോട് ഉപമിക്കുന്നുണ്ട്. ആ നല്ല ഇടയൻ്റെ ഗുണമായിട്ട് പറയുന്നത് പേഷ്യൻസ് ആൻഡ് പെർസിസ്റ്റൻസ്, ക്ഷമയും അതുപോലെ തന്നെ സ്ഥിരോത്സാഹവും നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ക്രിസ്തുവിൻ്റെ ക്ഷമയും സ്ഥിരോത്സാഹവും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഏറ്റവും മാതൃകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയിൽ ഇതുപോലുള്ള ക്ഷമയും സ്ഥിരോത്സാഹവും വളരെ അനിവാര്യമായിരിക്കുന്നു. ബഹുഭൂരിപക്ഷം ആടുകളെ അഥവാ 99 ആടുകളെ വിട്ടിട്ടാണ് നഷ്ടപ്പെട്ടു പോയ ഒരാടിനെ തേടിപ്പോകുന്നു. ഒരുപക്ഷെ ആ ഇടയൻ അതിനെ അവഗണിക്കാവുന്നേ ഉള്ളൂ. 99 കൂടെ ഉള്ളതുകൊണ്ട് ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ കാര്യമായ സാമ്പത്തിക പ്രശ്നം ആ ഇടയനുണ്ടാകില്ല. എന്നാൽ നഷ്ടപ്പെട്ടു പോയ ഒന്നിനു വേണ്ടി ഭൂരിപക്ഷത്തെ ഉപേക്ഷിച്ച് ന്യൂനപക്ഷത്തെ തേടിപ്പോകുന്ന ക്രിസ്തു എന്ന നല്ല ഇടയൻ നമ്മളുടെ ആത്മീയ ജീവിതത്തിന് ഏറെ പ്രകാശം പരത്തുന്ന ഒന്നാണ്. ദൈവത്തിൽ നിന്ന് അകന്ന്, സഭയിൽ നിന്ന് അകന്ന്, ക്രിസ്തുവിൽ നിന്ന് അകന്ന് നഷ്ടപ്പെട്ടു പോയ അനേകം ആത്മാക്കൾ നമ്മുടെ ചുറ്റുമായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. പാപത്തിൻ്റെ അടിമത്തത്തിൽ, മദ്യപാനത്തിൽ, മയക്കുമരുന്നിൽ, അങ്ങനെ സാമൂഹ്യ തിന്മകളിൽ പലതരമായ അടിമത്തത്തിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരുണ്ടാകാം. അവരെല്ലാം ദൈവ തിരുസന്നിധിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു വലിയ ദൗത്യം നല്ല ഇടയനായ ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 176 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: കാണാതെ പോയ ആട് പോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, അടിയനെ അന്വേഷിക്കണമേ. ഇത് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൽ നാം അകന്നു പോയിട്ടെങ്കിൽ, കാണാതെ പോയ ആടുപോലെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മെ തേടി വരുവാൻ സന്നദ്ധമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 50 അധ്യായം 6 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: എൻ്റെ ജനം കാണാതെ പോയ ആടുകൾ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ദൈവ തിരുസന്നിധിയിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾ എല്ലാവരും കാണാതെ പോയ ആടുകൾ പോലെയാണ്. ഇവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള വലിയ ക്രിസ്തീയ ദൗത്യം നമ്മൾക്ക് ഓരോരുത്തർക്കും നിർവഹിക്കുവാൻ സാധിക്കട്ടെ. നഷ്ടപ്പെട്ട ആടുകൾ നഷ്ടപ്പെട്ട ജനത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. ദ ലോസ്റ്റ് പീപ്പിൾ എന്നതുകൊണ്ട് ലാസ്റ്റ് പീപ്പിൾ ആൻഡ് ദ ലീസ്റ്റ് പീപ്പിൾ, പ്രാന്തവൽക്കരിക്കപ്പെട്ടവരും തള്ളപ്പെട്ടവരുമായ ആളുകളാണ് സത്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ആടിനെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ടവർ, പാവപ്പെട്ടവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, എത്തിച്ചേരാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ, ഒറ്റപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകളെ തേടിപ്പോവുകയും അവരെ സമൂഹത്തിൻ്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു കൊണ്ടുവരുന്ന ദൗത്യത്തെ നമുക്കിങ്ങനെ വിശേഷിപ്പിക്കാം: മൂവ്മെൻറ്റ് ഫ്രം ദ മാർജിൻ ടു ദ സെൻറ്റർ. പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതാണ് നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടിപ്പോകുന്ന ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ദാരിദ്ര്യത്തിലും വേദനയിലും പ്രയാസങ്ങളിലുമായിരിക്കുന്നവരെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ. ജെസ്യൂട്ട് സന്യാസി വിഭാഗത്തിൻ്റെ ഒരു പ്രധാന തീമാണ് ഓപ്ഷൻ വിത്തൗട്ട് ഓപ്ഷൻസ്. മാറ്റിവെക്കാൻ പറ്റാത്ത നിർബന്ധമുള്ള ഒന്ന്. ആ ഓപ്ഷൻ വിത്തൗട്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ദരിദ്രരോടുള്ള കരുതലാണ്. പ്രാന്തവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്നതാണ്. നഷ്ടപ്പെട്ടു പോയ ആടിനെ തിരിച്ചു കൊണ്ടുവന്ന ക്രിസ്തു ഈ ദൗത്യത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ചിന്ത സഭാപിതാവായ അംബ്രോസ് വെളിപ്പെടുത്തുകയാണ്. ആടിനെ ചുമന്നു കൊണ്ടുവന്ന ക്രിസ്തു, ഭാരം വഹിക്കുന്ന ക്രിസ്തു, ക്രിസ്തുവിൻ്റെ ചുമൽ, അതിനെക്കുറിച്ചാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ദ ഷോൾഡർ ഓഫ് ക്രൈസ്റ്റ് ആർ ദ ആംസ് ഓഫ് ദ ക്രോസ്. ക്രിസ്തുവിൻ്റെ ചുമൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുരിശ് തന്നെയാണ്. യേശുക്രിസ്തു ചുമന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരെയും പാപഭാരങ്ങളെ ക്രിസ്തു ക്രൂശിൽ വഹിച്ചു. ക്രിസ്തുവിൻ്റെ ചുമൽ ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ അരികിലേക്ക് വരുമ്പോൾ
നമ്മുടെ പാപഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ യാഗം നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരവും നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ടുള്ളതുമാണ്. ഈ ക്രൂശിനെ നമ്മുടെ ജീവിതത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കട്ടെ. അതുകൊണ്ടാണ് നമ്മളുടെ വിവാഹ ശുശ്രൂഷയിൽ നാം ഇങ്ങനെ പാടുന്നുണ്ട്: ശുഭചിഹ്നന്ദൻ ശ്ലീബ വിജയ കൊടിതൻ ശ്ലീബ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴുന്നു നാം. നമ്മെ രക്ഷിക്കുന്ന കർത്താവിൻ്റെ കാൽവറിയിലെ ക്രൂശിൻ്റെ അരികിലേക്ക് നമ്മുടെ പാപഭാരങ്ങളെ ഇറക്കി വെക്കുവാനായിട്ട് സാധിക്കട്ടെ. ക്രിസ്തു നമ്മുടെ പാപഭാരങ്ങളെ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഭാരങ്ങളെയും ക്രിസ്തു വഹിക്കുവാൻ സന്നദ്ധമാണ്. യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് വരികയാണെങ്കിൽ രോഗത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, ദുഃഖങ്ങളുടെ, ഒറ്റപ്പെടലിൻ്റെ, അങ്ങനെ അനേകം ജീവിത ഭാരങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈ ഭാരങ്ങളെല്ലാം ലഘൂകരിക്കുവാനായി സാധിക്കും. വീണുപോയ ആടിനെ ക്രിസ്തു ഉയർത്തുകയും തൻ്റെ ചുമലിൽ വഹിച്ചതുപോലെ നമ്മുടെ ഭാരങ്ങളെ വഹിക്കുവാൻ ക്രിസ്തു നമ്മുടെ അടുക്കിലേക്ക് സന്നദ്ധനായി കടന്നു വന്നിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും, ദുഃഖങ്ങളും, ഭാരങ്ങളും ക്രിസ്തുവിൻ്റെ ചുമലിലേക്ക് ഇറക്കി വയ്ക്കുവാനായിട്ട് സാധിക്കട്ടെ. സങ്കീർത്തന പുസ്തകം 68-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാൾതോറും ദൈനംദിന ജീവിതത്തിലെ ഭാരങ്ങൾ ചുമക്കുന്ന കർത്താവ് നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്നു. ഈ കർത്താവിനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.